മലപ്പുറം മഞ്ചേരിയിൽ പോലീസുകാരെ ആക്രമിച്ച് സമരക്കാർ. മഞ്ചേരി SIയെ മർദ്ദിച്ചു. മഞ്ചേരി സെൻട്രൽ ജംഗ്ഷനിലാണ് സംഭവം. SI KR ജസ്റ്റിനാണ് മർദ്ദനമേറ്റത്. സ്വകാര്യ വാഹനം സർവീസ് നടത്തിയത് തടഞ്ഞ സമരക്കാരെ ചോദ്യം ചെയ്തതിനായിരുന്നു പോലീസുകാരെ ആക്രമിച്ചത്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ഒപ്പം ചേരുന്നു. ശിവദാസ്, ഇവിടെ ആശുപത്രിയിൽ പോകാൻ പോലും അനുവദിക്കാത്ത സമരാഭാസമായി മാറുകയാണ് ഇന്നത്തെ പണിമുടക്ക്. അവിടെ നിയമപാലകനായ ഒരാളെ, അതായത് ഓട്ടോ സർവീസ് നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞ ഒരാളെ മർദ്ദിക്കുകയാണ്. ഇവിടുത്തെ SFIയും അവിടുത്തെ തൊഴിലാളി സഖാക്കൾ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, അല്ലേ? ശിവദാസ്, കൃഷ്ണരാജ, ഞാനിപ്പോൾ നിൽക്കുന്നത് പാവങ്ങാട് KSRTC ഡിപ്പോയിലാണ്. ഇവിടെ രാവിലെ മുതൽ തന്നെ സർവീസ് നടത്താൻ വേണ്ടി വാഹനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വാഹനങ്ങൾ തടയുന്ന ഒരു ദൃശ്യമാണ്. തൊഴിലാളി സംഘടനകളാണ്, CITU സംഘടനകളാണ് ഇപ്പോൾ ഈ വാഹനങ്ങൾ തടയുന്നത്. ഇവർ ഇതിനു മുൻപിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വാഹനങ്ങൾ തടയുന്നുണ്ട്. നേരത്തെ തന്നെ ഈ പണിമുടക്ക് അല്ലെങ്കിൽ ഈ തൊഴിലാളി പണിമുടക്ക് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു സർവീസ് നടത്തേണ്ട ആവശ്യം ഇല്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ രാവിലെ മുതൽ തന്നെ ഈ KSRTC ഡിപ്പോയിൽ നിന്നും വാഹനങ്ങൾ എടുക്കാൻ സമ്മതിക്കാതെ അത് തടയുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. അതിനു മുൻപിൽ ഇപ്പോൾ കുത്തിയിരുന്നും കിടന്നും നിന്നുമെല്ലാം തന്നെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഈ തൊഴിലാളി പണിമുടക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമുക്കറിയാം, രാവിലെ തന്നെ നമ്മൾ നിരവധി ദൃശ്യങ്ങൾ കണ്ടതാണ്. വിവിധ ഇടങ്ങളിൽ നിരവധി ആളുകൾ വാഹനങ്ങൾ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. പല ബസ് സ്റ്റോപ്പുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും അടക്കം നിരവധി ആളുകൾ ബസ് കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലുള്ള പ്രധാനപ്പെട്ട അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടേക്ക് പോകേണ്ട ആളുകൾ അടക്കം അവിടെ ബസ് കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇപ്പോൾ ഇവിടെ ചില തൊഴിലാളികൾ സർവീസിന് വേണ്ടി അല്ലെങ്കിൽ ജോലി എടുക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അവരെ പോലും ജോലി എടുക്കാൻ സമ്മതിക്കാത്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഇതിനെ അനുകൂലിക്കുന്നുണ്ട് ഈ ഒരു പണിമുടക്കിനെ? ഈ പണിമുടക്കിനെ അനുകൂലിക്കുന്നില്ല. കാരണം KSRTCക്ക് ഒരു പൈസയുടെ ഗുണവും കിട്ടാത്തൊരു പണിമുടക്കാണിത്. അപ്പോൾ KSRTCക്ക് കാലാകാലങ്ങളായിട്ട് കിട്ടേണ്ട പല കാര്യങ്ങളും, ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും, അല്ലെങ്കിൽ KSRTC തന്നെ ഇനിയും വളരെയേറെ മെച്ചപ്പെടാറുണ്ട്. പുതിയ ബസ്സുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ തൊഴിലാളിക്ക് 1 രൂപയുടെ ഗുണമെങ്കിലും കിട്ടുന്ന ഒരു സമരമാണെങ്കിൽ ഞങ്ങളെല്ലാവരും ഇതിനെ അനുകൂലിച്ചേനെ. പക്ഷേ ഈ ഒരു ദേശീയ പണിമുടക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊണ്ട് KSRTCക്ക് ഒരു ഗുണവും കിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു ദിവസത്തെ KSRTCയുടെ കളക്ഷൻ അത് വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതെ, തീർച്ചയായും ഇത് തന്നെയാണ്. അതായത് KSRTCയുടെ ജീവനക്കാർ തന്നെയാണ് പറയുന്നത്. കാരണം നിലവിൽ തന്നെ KSRTCയെ സംബന്ധിച്ച് പ്രതിസന്ധിയിലാണ്, സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ പണിമുടക്ക് കൂടി വരുമ്പോൾ അതിൻ്റെ സർവീസിനെ ബാധിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ അടക്കം അത് ബാധിക്കും എന്ന് തന്നെയാണ് ജീവനക്കാർ പറയുന്നത്. നിരവധി ജീവനക്കാർ ഇവിടെ തൊഴിലിന് വേണ്ടി അല്ലെങ്കിൽ ഈ KSRTC സർവീസ് നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് പോലും കൃത്യമായി ജോലിയെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, സമരക്കാർ അവരെ തടയുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. പൊതുജനങ്ങൾ സർവീസിന് പോകാനാകണമല്ലോ, യൂണിഫോം ഇട്ട് വന്ന് നിൽക്കുന്ന ജീവനക്കാരുണ്ട്, അവരോട് ചോദിക്കാമോ? തീർച്ചയായും അത്തരത്തിൽ തന്നെ നിരവധി ജീവനക്കാർ ഇവിടെ സർവീസിന് പോകുവാൻ വേണ്ടി എത്തിയിരുന്നു. രാവിലെ തന്നെ എത്തിയിരുന്നു. ഇപ്പോൾ സർവീസിന് പോകാൻ കഴിയുന്നില്ലേ? രാവിലെ ജോലിക്ക് എത്തിയതായിരുന്നു, പോകാൻ കഴിയുന്നില്ലേ? ഇല്ല, രാവിലെ വന്നതാണ്. 4:45 വണ്ടി വാങ്ങിയതാണ്. അപ്പോൾ അവിടെ സമരക്കാർ വണ്ടി തടയാണ് ചെയ്തത്. ഇപ്പോൾ രണ്ടാമതും കോഴിക്കോട് നിന്ന് SMൻ്റെയും കൺട്രോൾ ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടുന്ന് VSI 2 വണ്ടി കോഴിക്കോടേക്ക് അയക്കാൻ വേണ്ടി പറഞ്ഞു. ആ വണ്ടി പോകാൻ വേണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ ഇവിടെ സമരാനുകൂലികൾ, ഇവിടുത്തെ ജീവനക്കാരല്ലാതെ പുറത്തുനിന്നുള്ള ആളുകൾ കൂടി വന്നിട്ട് ഇവിടെ ഞങ്ങളെ തടയാണ് ചെയ്തത്. ഞങ്ങൾ പോലീസിനോട് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് പ്രൊട്ടക്ഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സമരക്കാർ വണ്ടി തടഞ്ഞപ്പോൾ അവരെ മാറ്റാനുള്ള ഒരു നീക്കവും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നിലവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. സമരക്കാർ വണ്ടീൻ്റെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. ഞങ്ങൾ സർവീസ് പോകാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇത്രയും ജീവനക്കാർ ഇവിടെ ഹാജരായിട്ടുള്ളത്. രാവിലെ മുതൽ തന്നെ ഇവിടെ കാത്തു നിൽക്കുകയാണ്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സർവീസ് ഇവിടെ വേണ്ടിയിട്ടുള്ള ഇടപെടൽ
ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, പ്രൊട്ടക്ഷന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സമരക്കാർ വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ തന്നെ സമരക്കാർ മുന്നിൽ നിന്ന് തടയാനുണ്ടായത്. പക്ഷേ അപ്പോൾ ഈ സമരക്കാരെ മാറ്റാനുള്ള ഒരു നീക്കങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്ന പല സ്ഥലത്തും ആളുകൾ ഇങ്ങനെ കാത്തൊക്കെ നിൽക്കുന്നുണ്ട് ബസ് സ്റ്റോപ്പുകളിലൊക്കെ. അപ്പോൾ അവരെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടാവില്ല. പ്രത്യേകിച്ച് അത് മാത്രമല്ല KSRTCക്കും ഇത് വലിയൊരു നഷ്ടം കൂടിയാവില്ല. അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു, ഒരു ദിവസത്തെ കളക്ഷൻ കൂടി ഇല്ലാതാവുന്നു. അത് കാര്യം ഇന്നലത്തെ മന്ത്രിൻ്റെ ആ ഒരു പ്രസ്താവന കൊണ്ട് ചിലപ്പം എല്ലാ ജനങ്ങളും പ്രതീക്ഷിക്കുന്നത് ഇന്ന് KSRTC പൂർണ്ണമായും ഓടുന്നുള്ളതായിരിക്കും. പക്ഷേ ആ ഒരു പ്രസ്താവനയെ കൂടി തള്ളിക്കളയുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ വണ്ടി തടഞ്ഞിട്ടിരിക്കുന്നത്. തീർച്ചയായും ജീവനക്കാരും അതുതന്നെയാണ് പറയുന്നത്. കാരണം അവർ രാവിലെ മുതൽ തന്നെ സർവീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ തങ്ങളുടെ ജോലി ചെയ്യുന്നതിന് വേണ്ടി അവർ ഈ ജോലി സ്ഥലത്തേക്ക് എത്തി. പക്ഷേ ഇവിടെ സമരക്കാർ അവരെ തടയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുറച്ച് പോലീസുകാർ ഇവിടെയുണ്ട്, പക്ഷേ പോലീസുകാരുടെ സംരക്ഷണവും കൃത്യമായി അവർക്ക് ലഭിക്കുന്നില്ല. കാരണം പോലീസുകാർ ഈ സമരക്കാരെ ശിവദാസ്, അവർക്ക് പോലീസുകാരുടെ സംരക്ഷണം ലഭിക്കുന്നില്ല. ഇവിടെ പോലീസുകാർക്ക് തന്നെ സംരക്ഷണം കിട്ടുന്നില്ല. ആ മലപ്പുറത്തെ കാഴ്ച നമ്മൾ കണ്ടതാണ്. അവിടെ ഒരു സബ് ഇൻസ്പെക്ടറെയാണ് നീലക്കുപ്പായമിട്ട CITUക്കാർ എന്ന് അദ്ദേഹത്തെ അവിടെ നിന്ന് ഓടിക്കുകയാണ്. അദ്ദേഹം ചെറുത്ത് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തെ അടിക്കുന്നു, അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു. അവരുടെ ആംഗ്യഭാഷയിൽ വ്യക്തമാണ്, എടുത്തുകൊണ്ട് പോ എന്ന് പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇവിടെ ഡ്രൈവർമാർക്ക്, കണ്ടക്ടർമാർക്ക് അല്ലെങ്കിൽ KSRTC ബസ്സിന് ജനങ്ങൾക്കൊക്കെ സുരക്ഷ ഒരുക്കാൻ വരുന്ന SIക്ക് പോലും സുരക്ഷയില്ലാത്ത കാലമാണ്. ശിവദാസ്, തീർച്ചയായും അത് കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായി സുരക്ഷ ഒരുക്കേണ്ട പോലീസുകാർക്ക് പോലും കൃത്യമായ ഒരു സുരക്ഷ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നമ്മൾ മലപ്പുറം മഞ്ചേരിയിൽ അത് കണ്ടതാണ്. മഞ്ചേരി സെൻട്രൽ ജംഗ്ഷനിലാണ് ഇത്തരത്തിൽ ഒരു സ്വകാര്യ വാഹനം സർവീസ് നടത്തുമ്പോൾ അത് സമരക്കാർ തടഞ്ഞു. ഈ സമയത്ത് ഇത് ചോദ്യം ചെയ്യാൻ പോലീസുകാർ ഇവിടെ എത്തിയിരുന്നു. വളരെ കുറച്ച് പോലീസുകാരാണ് ഈ സമയത്ത് ഉണ്ടായിരുന്നത്. മഞ്ചേരി SI അടക്കം ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കൂടുതൽ സമരക്കാർ എത്തി പോലീസുകാരെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. മാത്രമല്ല ഒരു വലിയ സംഘർഷവും ആ സ്ഥലത്ത് ഉണ്ടായി. പോലീസുകാരനെ മർദ്ദിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം പോലീസുകാർക്ക് പിന്നീട് അവിടെ നിന്നും തിരിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യമാണ് പിന്നീട് ഉണ്ടായത്. പിന്നീട് പോലീസുകാർ തിരിഞ്ഞു പോയി. മാത്രമല്ല കൂടുതൽ സമരക്കാർ ആ സ്ഥലത്തേക്ക് വന്നു. ഇങ്ങനെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിലുള്ള ഒരു സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു സ്വകാര്യ വാഹനം പോലും നിരത്തിൽ ഇറക്കാൻ സമ്മതിക്കാതെ അടിയന്തര സാഹചര്യങ്ങൾക്ക് പോലും സ്വകാര്യ വാഹനങ്ങൾ പോലും അടിയന്തര സാഹചര്യങ്ങൾക്ക് പോകാൻ സമ്മതിക്കാതെയുള്ള ഒരു സമരമാണ് ഇപ്പോൾ നൽകിയത്. മലപ്പുറം മഞ്ചേരിയിലാണ് പോലീസുകാരെ സമരക്കാർ ആക്രമിച്ചത്. മഞ്ചേരി